മൂത്തുപോയ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിലും അതിനി കളയണ്ട. ഇങ്ങനെ ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മുരിങ്ങയ്ക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു വിസിലടിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. ഒരു വിസിലടിച്ച് ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ആക്കണം. ഒരുപാട് വെന്തു പോവരുത്. കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയി കഴിഞ്ഞ് ഉടനെ തന്നെ കുക്കർ ഓപ്പൺ ചെയ്യുകയും വേണം. കാരണം മുരിങ്ങയ്ക്ക ഒരു 1/4 ഭാഗം മാത്രം വെന്താൽ മതി. ഇനി നല്ല ചൂടോടെ തന്നെ അതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്ക് എടുക്കാം. ഒരു തവണ ഇങ്ങനെ ഒന്ന് ആക്കി കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പം മുരിങ്ങയ്ക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ റെഡിയാക്കി കഴിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ മൂത്ത് പോയിട്ട് കളയാൻ വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കാണെങ്കിൽ നമുക്ക് കളയാതെ തന്നെ ഈ ഒരു ഡിഷ് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് അരപ്പിനാവശ്യത്തിനുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഐറ്റംസ് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കയുടെ ഫ്ലഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ. ഇനി ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഈ മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ട ചിക്കിയതോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചിട്ടോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് മാത്രം നമുക്കൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ആക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങയ്ക്കായ തോരൻ. ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.